പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ യുവാക്കൾക്കിടയിലെ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കിൽ ഏറ്റവും മുൻപന്തിയിലുള്ള പ്രദേശമായി നമുക്ക് ലക്ഷദ്വീപിനെ കാണാൻ സാധിക്കും. ഇന്നും ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഇക്കോണമി എന്നത് കൂടുതലും അവിടുത്തെ സർക്കാർ ജീവനക്കാരെ ആശ്രയിച്ചുള്ളതാണ്. നമ്മുടെ നാടുകളിലെ പൊതുപരിപാടികൾക്കാണെങ്കിലും നമുക്കാർക്കെങ്കിലും വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ആവശ്യമായ ഘട്ടത്തിൽ പിരിവിനിറങ്ങുമ്പോഴാണെങ്കിലും കൂടുതലും നാം ആശ്രയിക്കുന്നത് ആ വിഭാഗത്തിൽ തന്നെയാണ്. എന്നാൽ റിട്ടയർമെന്റിലൂടെ ദിനംപ്രതി അവരുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളൊഴിയുന്ന ആ പോസ്റ്റിലേക്ക് പുതിയ നിയമനം നടത്താൻ നമ്മുടെ ഭരണകൂടം ഇന്നോളം തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, കോൺട്രാക്ട് നിയമനം പോലും വേണ്ട എന്ന മട്ടിൽ കൂട്ടപ്പിരിച്ചുവിടലുകൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഇരുന്നുകൊണ്ട്, പല തസ്തികകളിൽ ഇരുന്നുകൊണ്ട് ലക്ഷദ്വീപിലെ ജനങ്ങളെ സേവിക്കേണ്ട, അവർക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട 2000-ലധികം പോസ്റ്റുകളാണ്, പെർമനന്റ് പോസ്റ്റുകളാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. 10,000-കണക്കിന് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ആ പോസ്റ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് പകരം പല പല കാലഘട്ടങ്ങളിലായി ഒരുപാട് പ്രക്രിയകളിലൂടെ ക്രിയേറ്റ് ചെയ്ത ആ പോസ്റ്റുകൾ ഒറ്റയടിക്ക് അബോളിഷ് ചെയ്യാനുള്ള, ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇന്ന് ലക്ഷദ്വീപ് ഭരണകൂടമുള്ളത്. ഏത് വിധേനയും നമ്മുടെ മണ്ണ് പിടിച്ചെടുക്കാൻ, നമ്മളെ കുടിയൊഴിപ്പിക്കാനും തക്കം പാത്ത് നടക്കുന്ന ഇന്നത്തെ അഡ്മിനിസ്ട്രേറ്റർക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകർത്തു കഴിഞ്ഞാൽ തന്റെ നീക്കങ്ങൾ, തന്റെ വഴികൾ എളുപ്പമാവുമെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ കൃത്യമായ ചിത്രം മനസ്സിലാക്കിക്കൊണ്ട് ഇതിലൂടെ നാം നേരിടാൻ പോകുന്ന പ്രത്യാഘാതത്തിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നീക്കത്തിനെതിരെ LSA മുന്നിട്ടിറങ്ങുകയാണ്. സാധ്യമായ എല്ലാ രീതിയിലും LSA ഈ നീക്കത്തെ പ്രതിരോധിക്കും. ഈ ഒരു മുന്നേറ്റത്തിൽ എല്ലാവരെയും ഒപ്പം നിർത്തിക്കൊണ്ട്, ഈ ഒരു മൂവ്മെന്റിന്റെ പേര് പോലും പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട്, എല്ലാ അർത്ഥത്തിലും എല്ലാവരെയും ഇതിന്റെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് LSA ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. JLSA ജേഡോക്ക്. ഉയരാണിത് നാട്ടാരെ ഉശിരാലല്ലസക്കാരും ഉടലാകെ ധരിക്കുന്നേ, പോരാട്ടക്കൊടി പാറുന്നേ.